നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ കഴിഞ്ഞ 12 വർഷത്തെ ചരിത്രത്തിനിടയിൽ ഭാരതത്തിലെ സർക്കാർ നേരിട്ട ഏറ്റവും പ്രതിസന്ധിജനകമായ ഒരു സമരമായിരുന്നു ജന്തർ മന്ദർ എന്ന് പറയുന്ന ഡൽഹിയുടെ ഒരു ചുരുങ്ങിയ പ്രദേശത്ത് കേന്ദ്രീകരിച്ച പാറ്റകളുടെ വിപ്ലവം. ശരി, പാറ്റകളുടെ വിപ്ലവത്തെ പറ്റിയിട്ട് പല ആംഗിളുകളും ഉണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജനാധിപത്യ സമ്പ്രദായത്തിൽ നമ്മൾ പല കാര്യങ്ങളും ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. അതേസമയം ഈ പാറ്റകളുടെ സമരം ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതോടെ അവർ സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ സർക്കാരിന് അവസാനിപ്പിക്കേണ്ടി വരും, കൂടുതൽ ബലപ്രയോഗങ്ങൾ വേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അവർ ആവശ്യപ്പെട്ട എല്ലാ കണ്ടീഷൻസും ഗവൺമെന്റ് സമ്മതിച്ചു. മിക്ക മാധ്യമങ്ങളുടെയും ഭാഷയിൽ പറഞ്ഞാൽ മോദി സർക്കാർ പാർട്ടികൾക്ക് മുമ്പിൽ മുട്ടുകുത്തി എന്നുള്ളതാണ്. നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ 1973 193ഓളം പേരുടെ മരണത്തിന് ഇടയാക്കിയത്, അതിൽ 88 പേര് പോലീസ് വെടിവെച്ച് വീഴ്ത്തിയതാണ്. ഇടയാക്കിയ ഒരു പ്രക്ഷോഭമാണ് നവനിർമ്മാൺ സമരം എന്നുള്ള രീതിയിൽ ഗുജറാത്തിൽ അരങ്ങേറിയത് 73-74 കാലഘട്ടങ്ങൾ. അതിന് നേതൃത്വം കൊടുത്തത് മൊറാർജി ദേശായി, ശ്രീമാൻ നരേന്ദ്രമോദിജിയുമായിരുന്നു. അത് നമ്മൾ മറക്കണ്ട. അപ്പോൾ വിദ്യാർത്ഥികളാണ്. ഇപ്പം അത് കഴിഞ്ഞിട്ട് 77 ആ അടിയന്തരാവസ്ഥ ഗവൺമെന്റിനെ, ഇന്ദിരാ സർക്കാരിനെ പിഴുതെറിയാൻ കാരണം ബീഹാറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ തുടക്കമായിരുന്നു. അതേസമയത്ത് തന്നെയാണ് ഗുജറാത്തിലും ഇന്ത്യയുടെ 2 ഡിഫറെന്റ് എൻഡ്സിലാണെങ്കിലും രണ്ടിടത്തും ഒരേ സമയത്ത് കലാപങ്ങൾ പുറപ്പെടുകയും യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഏകോപനം, അവരുടെ സമരം അന്നത്തെ ഗവൺമെന്റിനെ പിടിച്ചു കുലുക്കി എന്ന് പറയുമ്പോൾ നമ്മൾ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഛാത്ര യുവ സംഘർഷവാഹിനി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ശ്രീ ജയപ്രകാശ് നാരായണൻ നേതൃത്വം നൽകുകയും അത് കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിൽ എല്ലാ ഭാഗത്തും പടരുകയും സംവിധാനത്തിനെതിരായി സമരം ചെയ്യുകയും വിജയിക്കുകയും ഇന്ദിരാ സർക്കാരിനെ വിജയകരമായി ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. അപ്പോൾ വിദ്യാർത്ഥി പ്രക്ഷോഭം എന്തുമാത്രം ലതലാണെന്ന്, എന്തുമാത്രം മാരകമാണെന്ന് ഗവൺമെന്റുകൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഏറ്റവും നല്ലതായി മനസ്സിലാക്കിയിട്ടുള്ളത് ശ്രീ നരേന്ദ്രമോദിജിക്ക് തന്നെയാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. അന്നത്തെ ഗവൺമെന്റ് രാജിവെച്ചെന്ന് മാത്രമല്ല, 2 മാസം കഴിയുമ്പോൾ അവിടുത്തെ അസംബ്ലി പിരിച്ചുവിട്ട് പുതിയ ഇലക്ഷൻ നടത്തേണ്ടി വന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഞാനിത് പറയുന്നത് ഗുജറാത്തിലെ കാര്യമാണ്. 1973-74 കാലഘട്ടങ്ങളിലാണ്. അൻപത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ചരിത്രം ആവർത്തിക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ ഒരു ചൊല്ലുണ്ട്, ചരിത്രം ആവർത്തിക്കപ്പെടുമ്പോൾ ചിലപ്പോൾ അത് കോമാളിത്തരമായിട്ട് മാറും. അപ്പോൾ ഇവിടെ പാറ്റകളും അഭിജിത്ത് ദീപ്കയും കാണിച്ച ഈ ഒരു കോമാളിത്തരം, ഞാൻ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കട്ടെ, ഈ കോമാളിത്തരം നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്തതായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കണം. കാര്യം ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും നേപ്പാളിലും പയറ്റിയത് ഇന്ത്യയിലേക്ക് നടത്താൻ വന്ന ഒരു ജൻസി വിപ്ലവത്തിന്റെ ടെസ്റ്റ് ഡോസുകളായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കണ്ട. ഈ ജനക്കൂട്ടം, ഈ വിദ്യാർത്ഥികളുടെ കൂട്ടം ആപത്കരമാണ്. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിലെ BJP ഒഴിച്ചുള്ള എല്ലാ പ്രതിപക്ഷ കക്ഷികളും, NDAയുടെ കക്ഷികൾ പോയിട്ട് ബാക്കിയുള്ള എല്ലാ കക്ഷികളും ഇവർക്ക് പിന്തുണയുമായി മുന്നോട്ട് വന്നിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഏകോപനം സാധ്യമായ ഒരു ഇഷ്യൂ വരുന്നിടത്ത് ഗവൺമെന്റ് വളരെ സൂക്ഷിച്ചിരിക്കേണ്ടതാണ്. കാര്യം നമ്മൾ ആദ്യത്തെ BJP ഗവൺമെന്റിന്റെ ജനപിന്തുണയും വോട്ടിംഗ് ശതമാനം കണ്ടു. 2ാമത്തെ തവണ അത് കൂടിയെങ്കിലും 3ാമത്തെ തവണ അത് കുറയുന്നത് കണ്ടു. UP അടുത്ത തവണ അധികാരത്തിൽ വരുമോ എന്നുള്ളൊരു സംശയത്തിലാണ്. UP അധികാരത്തിൽ വന്നില്ലെങ്കിൽ 2029 ഇലക്ഷനിൽ എന്തായിരിക്കും റിസൾട്ട് എന്നുള്ള കാര്യം വളരെ നിർണായകമാണ്, അനിശ്ചിതത്വത്തിലാണ്. അപ്പോൾ BJP ഗവൺമെന്റിന്റെ തുടർന്ന് വരുന്ന ആ ജനപ്രീതിയിലുള്ള ഇടിവ്, അത് അധികാര കൈമാറ്റത്തിലോട്ട് പോയാൽ നമുക്ക് പേടിയില്ല. BJP പോയി കഴിഞ്ഞാൽ രാജ്യത്തിനൊന്നും സംഭവിക്കുമെന്ന് പേടിയില്ല. പക്ഷേ അതിനെ ഏറ്റെടുക്കാൻ ഒരു പ്രതിപക്ഷം ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആശങ്ക പകരുന്ന ഒരു കാര്യം. ജയപ്രകാശ് നാരായണൻ പ്രക്ഷോഭം നയിക്കുമ്പോൾ
അന്നും ഇന്ത്യയിലെ ശക്തമായിട്ടുള്ള പ്രതിപക്ഷം ഇല്ലായിരുന്നു. പക്ഷേ ശൂന്യതയിൽ നിന്നൊരു പ്രതിപക്ഷം ഉണ്ടായിരുന്നു. ഒരിക്കലും യോജിക്കുമെന്ന് കരുതിയിട്ടില്ലായിരുന്ന ജനസംഘം ലോക്ദളുമായിട്ട് ചേർന്ന് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ ഉണ്ടാകേണ്ടി വന്നത് ആ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലമായി. ആ സമയത്ത് മറ്റ് യാതൊരു ഓപ്ഷനും ഇവർക്ക് മുന്നിൽ ഇല്ലായിരുന്നു. അതായത് ഇന്ദിരാ ഭരണത്തെ തുടച്ചു നീക്കാൻ ജനസംഘത്തിന്റെ പിന്തുണ നേടേണ്ടത് ലോക്ദളിന്റെ ആവശ്യമായിരുന്നു. അങ്ങനെ ജോർജ് ഫെർണാണ്ടസും മൊറാർജി ദേശായിയും വാജ്പേയിയും ഒരുമിച്ച് ഒരു കസേരയ്ക്ക് ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കേണ്ടി വന്നു. അവർ ഇന്ത്യ ഭരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. പിന്നീട് 2 പ്രാവശ്യം അതേ വാജ്പേയി അധികാരത്തിൽ വരികയും ചെയ്തു. അതിന്റെ അർത്ഥം ഈ തുടർച്ചയായിട്ട് വരുന്ന അധികാരം അത് എന്നും തുടരുമെന്നല്ല. മുൻപൊരു വീഡിയോയിൽ ഞാൻ ഇതിന്റെ ഒരു പാറ്റേണിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ പാറ്റ സമരം തുടങ്ങുന്നതിന് വളരെ മുമ്പായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം എടുത്തു നോക്കുമ്പോൾ അതിനെ 20 വർഷങ്ങളുടെ കാലഗണനയിൽപ്പെടുത്തി നമ്മൾ ആ പട്ടിക തയ്യാറാക്കി നോക്കിക്കഴിഞ്ഞാൽ 47 തൊട്ട് 67 വരെയുള്ള ഇന്ത്യയുടെ ചരിത്രം, 1947 തൊട്ട് 67 വരെയുള്ള ഇന്ത്യയുടെ ചരിത്രം നെഹ്റുവിയൻ ചരിത്രമായിരുന്നു. അന്ന് രാഷ്ട്രീയമായിട്ടുള്ള ഒരു അസ്ഥിരത നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഞാൻ ഈ പറയുന്ന വർഷങ്ങൾക്ക് 1-2 വർഷങ്ങളിലെ ഓവർലാപ്പിംഗ് ഉണ്ടാവും, ക്ഷമിക്കണം. 67 തൊട്ട് 87 വരെയുള്ള ഒരു സമയം രാഷ്ട്രീയ സ്ഥിരതയുടെയും എന്നാൽ കലുഷിതമായ രാഷ്ട്രീയത്തിന്റെ സമയങ്ങളായിരുന്നു. അവിടെ നെഹ്റുവിയൻ യുഗത്തിൽ നിന്ന് ഇന്ദിരാ യുഗത്തിലോട്ട് രാജ്യം മാറി. മാത്രമല്ല ആ 77 ആയപ്പോഴത്തേക്ക് 67 നിന്ന് ജസ്റ്റ് 10 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് കോൺഗ്രസിൽ നിന്ന് അധികാരം ഏറ്റെടുക്കാൻ ജനതാ പാർട്ടി എന്നൊരു പാർട്ടി ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 87 തൊട്ട് 2007 വരെയുള്ള കാലഘട്ടം രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന്റെ ഒരു കാലഘട്ടമായിരുന്നു. 2 ഡസനോളം പ്രധാനമന്ത്രിമാർ ഉണ്ടായ ഒരു സമയമായിരുന്നു. അതിൽ കഴകത്തില്ലാത്ത ഒത്തിരി പേര് അതിന്റെ കൂടെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ആ ഒരു പീരീഡ് അങ്ങനെ ഒരു രാഷ്ട്രീയത്തിന്റെ 2007 തൊട്ട് ഇപ്പോ 2027 വരെയുള്ള ആ 20 വർഷത്തില് മൻമോഹൻ സിംഗിന്റെ 10 വർഷത്തെ അസ്ഥിര ഭരണം നമ്മൾ കണ്ടു. സ്വന്തമായി ഭൂരിപക്ഷമില്ലാത്ത കോൺഗ്രസ് ഭരിക്കുന്നത് കണ്ടു. കഴിഞ്ഞ 10-13 വർഷമായി സ്വന്തമായിട്ട് ഭൂരിപക്ഷമുള്ള NDA ഭരിക്കുന്നത് നമ്മൾ കണ്ടു. 2027 ശേഷം ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാവും എന്നുള്ള കാര്യം ഞാൻ മുന്നേ കൂട്ടി പറയാനുള്ള കാരണം ഈ രാഷ്ട്രീയ ചരിത്രത്തിന്റെ കണക്കെടുപ്പിലൂടെ. അതായത് 2029 ശേഷം BJP സർക്കാരിന് അധികാരം നഷ്ടപ്പെടുകയും പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഉരുപ്പെട്ടു വരികയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിശയിക്കേണ്ടതില്ല എന്നാണ് ഞാൻ പറയുന്നത്. എന്തായാലും പാറ്റ സമരം കഴിഞ്ഞു, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു എന്ന് വെച്ചുകൊണ്ട് ഗവൺമെന്റിന് കാര്യമായിട്ട് ഉള്ള ക്ഷീണമൊന്നും പറ്റിയെന്ന് ഗവൺമെന്റ് വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി അധികാരം ഏറ്റെടുത്തപ്പോൾ ശ്രീ നരേന്ദ്രമോദിജി പറഞ്ഞത് ഞാൻ പ്രധാന സേവകനായിരിക്കും എന്നാണ്. ഞാൻ പ്രധാന ഭരണാധികാരിയായിരിക്കുമെന്നല്ല, ഞാൻ പ്രധാന സേവകനായിരിക്കുമെന്നാണ്. ആ പറഞ്ഞ വാക്കുകൾ ശരിയാണെങ്കിൽ അദ്ദേഹം പാർട്ടികളിലെയും കൂടെ സേവകനാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കുന്നില്ല. അദ്ദേഹം ഉചിതമായ കാര്യം ഉചിതമായ സമയത്ത് ചെയ്തു. എന്തിനെത്ര താമസിച്ചു എന്നുള്ള ഒരു അനൗചിത്യം നമുക്ക് തോന്നുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു റീഷഫിളിംഗ് നേരത്തെ തന്നെ ചെയ്യാമായിരുന്നു. ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്ക് റീഷഫിളിംഗ് ചെയ്ത് മുഖം രക്ഷിക്കാമായിരുന്നു. അതിന് പകരം ധർമ്മേന്ദ്ര പ്രധാന പാറ്റകൾക്ക് തിന്നാനിട്ട് കൊടുക്കുകയായിരുന്നു ശ്രീ നരേന്ദ്രമോദി ചെയ്തത്. കഴിഞ്ഞ പൗരത്വ ഭേദഗതി സമരവും കർഷക സമരവും പാർട്ടിക്ക് ഏൽപ്പിച്ച ആഘാതങ്ങൾ ചെറുതല്ല. പ്രത്യേകിച്ച് കർഷക സമരം, പാർട്ടികളുടെ സമരവും ഏൽപ്പിച്ച ആഘാതവും ചെറുതല്ല. ഇനിയും തിരിച്ചടികൾ ഏറ്റുവാങ്ങാൻ നരേന്ദ്രമോദി സർക്കാർ തയ്യാറായിരിക്കണമെന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.